46 സങ്കീർത്തനം അതിൻ്റെ 6 വാക്യം നമുക്കൊന്ന് വായിക്കാം. 46 സങ്കീർത്തനം അതിൻ്റെ 6 വാക്യം വായിച്ചാട്ടെ. മതി. മനോഹരമായൊരു വാക്യം. സ്തോത്രം. ജാതികൾ ക്രുദ്ധിച്ചു. സ്തോത്രം. ജാതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം വിവിധ തരത്തിലുള്ള വംശങ്ങൾ, നേഷൻസ് എന്നൊക്കെ നമുക്കതിന് പറയാം. അപ്പോൾ തന്നെ അടുത്തൊരു കാര്യം കൂടെ അവിടെ പറയുന്നു, രാജ്യങ്ങൾ കുലുങ്ങി. സ്തോത്രം. അതിൻ്റെ നടുവിൽ ഒരു കാര്യം കൂടെ സംഭവിക്കുന്നു, അവൻ തൻ്റെ ശബ്ദം കേൾപ്പിച്ചു, ഭൂമി ഉരുകിപ്പോയി. സ്തോത്രം. ഇന്ന് പകലിൽ ആ വാക്യത്തിൽ നിന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ശബ്ദം എന്നുള്ള വിഷയത്തെ അധികരിച്ച് തുടർന്ന് ചില മിനിറ്റുകൾ നിങ്ങളോട് സംസാരിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, ജാതികൾ ക്രുദ്ധിക്കുമ്പോഴും രാജ്യങ്ങൾ കുലുങ്ങുമ്പോഴും അല്ലെങ്കിൽ പ്രതികൂലങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വർദ്ധിക്കുമ്പോഴും ദൈവം തൻ്റെ ശബ്ദമൊന്ന് കേൾപ്പിക്കുമ്പോൾ ഇതെല്ലാം ഭൂമി മുഴുവനായിട്ട്, ഭൂമിക്കകത്ത് ആരുണ്ടോ, ഏതൊക്കെ ശത്രുക്കളുണ്ടോ, ഏതൊക്കെ രാജ്യങ്ങളുണ്ടോ, ഏതൊക്കെ വംശങ്ങളുണ്ടോ, അതെല്ലാം മുഴുവനായിട്ട് ഉരുകിപ്പോകുവാൻ തക്കവണ്ണം ഇടയാകുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ പ്രത്യേകതകൾ ദൈവജനം തിരിച്ചറിയാതെ പോകരുത്. നമ്മുടെ ദൈവം, ദൈവത്തിന് സ്തോത്രം, അവൻ്റെ ശബ്ദം എന്ന് പറയുന്നത് അതിന് വലിയ പ്രാധാന്യതയുണ്ട്. ഇന്ന് പകൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ആ ദൈവം നിനക്കും എനിക്കും വേണ്ടി ശബ്ദം പുറപ്പെടുവിക്കാൻ ശബ്ദിക്കുന്ന, ചിലത് കൽപ്പിക്കുന്ന ഒരാഴ്ചയായിട്ട് ഈ ആഴ്ച മാറാൻ വേണ്ടി പോകുക. എത്ര പേര് അതിന് ആമേൻ പറയുന്നുണ്ട്? ദൈവം നിനക്ക് വേണ്ടി ശബ്ദിക്കാൻ വേണ്ടി പോകുകയാ. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു 1 അധ്യായം അതിൻ്റെ 3 വാക്യം. സ്തോത്രം. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് അവൻ കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. സ്തോത്രം. നോക്കിക്കേ, ഇരുൾ മൂടിക്കിടക്കുന്ന സാഹചര്യത്തിനകത്ത് നാളുകളായി പാഴും ശൂന്യവുമായി ഭൂമി ഇങ്ങനെ ആയിരിക്കുമ്പോൾ ഭൂമിയെ വെള്ളം കൊണ്ട് കാത്തുപരിപാലിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനകത്ത് പരിവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ ആ ഇരുട്ടിനെ മാറ്റാനായിട്ട്, വെളിച്ചമുണ്ടാകാനായിട്ട് ദൈവം അവിടെ ഒരു കൽപ്പന പുറപ്പെടുവിക്കുക. അർത്ഥാൽ സ്തോത്രം, ദൈവം തൻ്റെ ശബ്ദം പുറപ്പെടുവിച്ചു കഴിഞ്ഞപ്പോൾ ഇരുളിനകത്ത് പ്രകാശം വ്യാപരിക്കുവാനായിട്ട് ഇടയായി തീർന്നെങ്കിൽ ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇരുട്ടിൽ കൂടെയാണോ സഹോദര, ഇരുട്ടിൽ കൂടെയാണോ സഹോദരി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? കൽപ്പിക്കുന്നൊരു ദൈവമുണ്ട്. വെളിച്ചമുണ്ടാകാൻ കൽപ്പിക്കുന്നൊരു ദൈവമുണ്ട്. ഇരുള് മാറിപ്പോകാൻ കൽപ്പിക്കുന്നൊരു ദൈവമുണ്ട്. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രാദികളെയും നിനക്ക് വേണ്ടി ഒരുക്കി ഇന്നയോളം അതിന് പ്രകാശം കൊടുത്ത് നിർത്തുന്നെങ്കിൽ ഇരുള് മാറിപ്പോകാൻ കൽപ്പിക്കുന്നൊരു ദൈവത്തിനായി കരങ്ങൾ ഉയർത്തി ദൈവമക്കളൊന്ന് സ്തോത്രം ചെയ്താട്ടെ. നോക്കിക്കേ, ഇല്ലായ്മയിൽ നിന്ന് ചിലത് വിളിച്ചു വരുത്തുക, ഉണ്ടാകട്ടെ എന്ന് ചില വാക്കുകൾ മാത്രം പറയുമ്പോൾ അതൊക്കെയും ഉണ്ടായി വരുന്നുവെങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ ശബ്ദത്തിന്റെ ശക്തി എത്ര വലുതാ. ദൈവത്തിന് സ്തോത്രം. നാളുകളായി ചില ഇല്ലായ്മകളും ചില കൂരിലിന്റെ അവസ്ഥകളും ഒക്കെ അല്ലേ ജീവിതത്തിനകത്ത് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക, നിനക്ക് വേണ്ടി അവൻ ശബ്ദിക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഒന്നും കാണാൻ കഴിയുന്നില്ലെങ്കിലും ശൂന്യതയിൽ നിന്ന് ചിലതിനെ വിളിച്ചു വരുത്തി നിനക്ക് വേണ്ടി കൽപ്പിച്ചാക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ എന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുമ്പോൾ എത്ര പേര് ദൂതന് ആമേൻ പറഞ്ഞൊന്ന് സ്വീകരിക്കുന്നുണ്ട്? അതേ, വാവൂട്ടി മൗനമായിട്ടിരിക്കേണ്ട. അല്പസമയം ദൈവത്തെ സ്തുതിച്ചോ, ദൈവത്തെ ആരാധിച്ചോ. സ്തുതിക്കുന്നവന് വേണ്ടിയേ ദൈവം എന്തെങ്കിലും ചെയ്തിട്ടുള്ളൂ, ആരാധിക്കുന്നവന് വേണ്ടിയേ ദൈവം എന്തെങ്കിലും ചെയ്തിട്ടുള്ളൂ. ഇന്ന് പകൽ നീ സ്തുതിക്കുമ്പോൾ, നീ ആരാധിക്കുമ്പോൾ നിനക്ക് വേണ്ടി ദൈവം ചിലത് കൽപ്പിച്ചാക്കുകയാ. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ചില മിനിറ്റുകൾ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ ശബ്ദം. സ്തോത്രം. യോബിന്റെ പുസ്തകത്തിൽ മനോഹരമായൊരു വാക്യത്തിനാൽ ആ ശബ്ദത്തിന്റെ പ്രാധാന്യതയും അതുകൊണ്ടുണ്ടാകുന്ന സ്തോത്രം ആ കാര്യങ്ങളെയും പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോബിന്റെ പുസ്തകം 37 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 5 വാക്യം നമുക്കൊന്ന് വായിക്കാം. യോബിന്റെ പുസ്തകം 37 5 വാക്യം ശ്രദ്ധിച്ചേ. സ്തോത്രം. ദൈവം തന്റെ നാദം എന്ന് പറഞ്ഞാൽ ശബ്ദം അതിശയമായി മുഴക്കുന്നു. അടുത്തത് നോക്കിക്കേ, ദൈവം തന്റെ ശബ്ദം അതിശയകരമായി മുഴക്കിക്കൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം. അടുത്ത സെന്റൻസ് ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്,
നമുക്ക് ഗ്രഹിച്ചുകൂടാത്ത മഹാകാര്യങ്ങളെ അതിനകത്ത് ചെയ്യുന്നു. സ്തോത്രം. ദൈവശബ്ദം നിനക്ക് വേണ്ടി ഇറങ്ങി വരുമ്പോൾ നിനക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത, നിന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത, നിന്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ കഴിയാത്ത സ്തോത്രം ചില മഹാകാര്യങ്ങളെയും കൂടെ തമ്പുരാൻ അതിനകത്ത് എന്തുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇതിന് സ്തോത്രം ഉപോത്ബലകമായി ഒരു വാക്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. അത് സംഖ്യാപുസ്തകമാണ്. സംഖ്യാപുസ്തകം 23-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 21 തുടങ്ങിയുള്ള വേദവാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം കാണാൻ കഴിയുന്നുണ്ട്. സംഖ്യാപുസ്തകം 23-ാമത്തെ അധ്യായം 21 തുടങ്ങി 23 വരെയുള്ള വേദവാക്യങ്ങൾ വായിച്ചാട്ടെ. രാജകോലാഹലം അവന്റെ മധ്യേ ഉണ്ട്. സ്തോത്രം. നമുക്കിതിന്റെ പശ്ചാത്തലമൊക്കെ നല്ലവണ്ണം അറിയാം. ഇസ്രായേൽ ജനത്തെ ശപിക്കാനായിട്ട് ബാലാക്ക് ബിലയാമിനെ കൊണ്ടുവരികയാണ്. സ്തോത്രം. ബിലയാമിനെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ സ്തോത്രം മറ്റാരും കേൾക്കാത്ത ഒരു കാര്യം ഈ ബിലയാം കേൾക്കുക. എന്താണെന്നറിയാമോ? രാജകോലാഹലം അവരുടെ മധ്യത്തിൽ ഉണ്ട്. അതിന് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പദം രേഖപ്പെടുത്തിയിരിക്കുന്നത്, ദ ഷൗട്ട് ഓഫ് എ കിങ്. സ്തോത്രം. ഒരു രാജാവിന്റെ ശബ്ദം അതിന്റെ നടുവിലുണ്ട്. സ്തോത്രം. അപ്പോൾ സ്തോത്രം മറ്റാരും കേൾക്കാത്തതൊന്ന് ബിലയാം ആ ദേശത്തെ ജനത്തെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഒരു രാജാവിന്റെ ശബ്ദം അതിനകത്തുണ്ട്. അതുകൊണ്ട് പറ്റിയ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശപിക്കാൻ വന്ന ഈ ബിലയാം വാ തുറന്നു കഴിഞ്ഞപ്പോൾ സ്തോത്രം പിന്നീട് അത് മുഴുവൻ അനുഗ്രഹത്തിന്റെ വാചകങ്ങളായി, അനുഗ്രഹത്തിന്റെ വചനങ്ങളായി പുറത്തു വന്നു. ഇന്ന് പകൽ നിന്നെ ആരെങ്കിലും ശപിക്കാൻ വന്നാൽ, നിന്നെ ആരെങ്കിലും ആവിചാരം ചെയ്യാൻ വന്നാൽ, നിന്റെ നടുവിൽ രാജാവിന്റെ ശബ്ദം മുഴങ്ങുന്നത് കേട്ടിട്ട് ആ ശാപവാക്കുകളെ അനുഗ്രഹത്തിന്റെ വാക്കുകളായി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തേ. രാജകോലാഹലം അതിന്റെ നടുവിലുണ്ടെന്ന് ബിലയാം കേട്ടില്ല. ബാലാക്ക് കേട്ടില്ല. ബിലയാം എന്ത് ചെയ്തു? അത് കേട്ടു. സ്തോത്രം. മറ്റാർക്കും ഇതൊന്നും അറിയത്തില്ല. പക്ഷെ ആത്മമണ്ഡലത്തിനകത്ത് സ്തോത്രം ഈ കാര്യം ഇങ്ങനെ മുഴങ്ങിക്കൊണ്ട് നിൽക്കുകയാ. ആ ജനത്തിന്റെ നടുവിൽ ഒരു രാജാവിന്റെ ശബ്ദമുണ്ട്. അതുകൊണ്ട് ആ വിചാരം യാക്കോബിന് ഫലിക്കുകയില്ല, ലക്ഷണവിദ്യ അവൻ ഏൽക്കുകയില്ല. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് ബിലയാം അവരെ അനുഗ്രഹിക്കുമ്പോൾ ആ അനുഗ്രഹത്തിന്റെ പിന്നിൽ നമുക്ക് ഗ്രഹിച്ചു കൂടാൻ കഴിയാത്ത ഒരു വലിയ മർമ്മമുണ്ട്. മറ്റാരും കേൾക്കാത്ത ഒരു രാജകോലാഹലം, ഒരു രാജാവിന്റെ ശബ്ദം ആ ജനത്തിന്റെ നടുവിൽ നിന്ന് മുഴങ്ങിക്കൊണ്ടിരിക്കുകയാ. ഇന്ന് പകൽ എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? ദൈവവേദനേ, നിന്നെ തകർക്കാനും നിന്നെ ദുഷിക്കാനും നിനക്കെതിരെ ആപചാരം ചെയ്യുമ്പോഴും നിനക്കെതിരെ മന്ത്രവാദം ചെയ്യുമ്പോഴും നിന്റെ ഭവനത്തിനകത്തൊരു രാജകോലാഹലമുണ്ട്. അർത്ഥാൽ ഒരു രാജാവിന്റെ ശബ്ദമുണ്ടെന്ന്. നിന്റെ സഭയ്ക്കകത്ത്, നമ്മുടെ വീടുകൾക്കകത്ത് ഒരു രാജകോലാഹലമുണ്ട്, ഒരു രാജാവിന്റെ ശബ്ദമുണ്ട്. അതുകൊണ്ട് നിന്നെ ശപിക്കാൻ വരുന്നവൻ പോലും, ദൈവത്തിന് സ്തോത്രം, അവന്റെ ശാപവാക്കുകളെ പോലും നിനക്ക് അനുഗ്രഹത്തിന്റെ വാക്കുകളാക്കി മാറ്റുക. അതുകൊണ്ടാണ് യോബിന്റെ പുസ്തകം പറയുന്നത്, 5-ാമത്തെ വാക്യം, നമുക്ക് ഗ്രഹിച്ചുകൂടാത്ത മഹാകാര്യങ്ങൾ. സ്തോത്രം. അതെ, നമുക്ക് ഗ്രഹിച്ചുകൂടാത്ത മഹാകാര്യങ്ങൾ ദൈവ ശബ്ദത്തിനകത്തുണ്ടെന്നേ. സ്തോത്രം. നമ്മൾ ഇതുവെല്ലാം അറിയുന്നുണ്ടോ? നമ്മൾ ഇതുവെല്ലാം കേൾക്കുന്നുണ്ടോ? സ്തോത്രം. പിശാച് നിന്റെ ഭവനത്തെയും തലമുറകളെയും ദൃഷ്ടി വെച്ച് വരുമ്പോൾ അവൻ നോക്കുക, അയ്യോ എനിക്ക് അങ്ങോട്ട് പോകാൻ വയ്യ, അതിന്റെ നടുവിൽ ഒരു രാജാവുണ്ടെന്നേ, രാജാവിന്റെ ശബ്ദം അതിന്റെ നടുവിലുണ്ടെന്നേ. ഞാൻ എന്തെങ്കിലും വാ തുറന്ന് പറയാൻ ശ്രമിച്ചാൽ തന്നെ അതെല്ലാം അനുഗ്രഹത്തിന്റെ വാക്കുകളായിട്ട് മാറുകയാ. ശാപമൊന്നും അവർ കേൾക്കത്തില്ലെന്നേ, ലക്ഷണവിദ്യ ഒന്നും അവിടെ ഫലിക്കത്തില്ലെന്നേ, ആ വിചാരം ഒന്നും അവിടെ ഫലിക്കത്തില്ലെന്നേ. പക്ഷെ ഒന്നുണ്ട് കേട്ടോ, നിന്റെ വീടിനകത്തൊരു രാജകോലാഹലം ഉണ്ടായിരിക്കണം. സ്തോത്രം. നിന്റെ വീടിനകത്ത് ആരാധന ഉണ്ടായിരിക്കണം, പ്രാർത്ഥന ഉണ്ടായിരിക്കണം. അങ്ങനെയെങ്കിലേ രാജാവ് അവിടെ ശബ്ദിക്കത്തുള്ളൂ, ഒരു രാജകോലാഹലം ഉണ്ടാകത്തുള്ളൂ. സ്തോത്രം. നമ്മൾ ഈ കോലാഹലം എന്നുള്ള വാക്കിനെയൊക്കെ പറ്റി പറയുമ്പോൾ കഴിഞ്ഞ ദിവസം, ഇന്നലെ രാത്രി സ്തോത്രം ഇവിടെ വന്നിട്ട് ഞാൻ തിരിച്ചു പോകുന്ന വഴിക്ക് അത്തോളിയിൽ വലിയ സ്തോത്രം ഇലക്ഷന്റെ പ്രചരണങ്ങളും മറ്റും നടക്കുക. സ്തോത്രം. അപ്പോൾ നമ്മളൊക്കെ വിളിക്കുന്ന MK രാഘവേട്ടൻ നമ്മൾ എന്ത് ചെയ്യുക? വിളിക്കുക. സ്തോത്രം. മറ്റിടത്ത് കരീമക്കാന്നുണ്ട്, നിങ്ങളിടയ്ക്ക് കരീമക്കാന്നും കൂടെ എന്ത് ചെയ്യണം? വിളിക്കണം. രാഘവേട്ടൻ എന്ന് മാത്രം വിളിക്കരുത്. സ്തോത്രം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ബാലുശ്ശേരിയിൽ നിന്ന് ഈ വണ്ടി ഇങ്ങനെ വരിക. സ്തോത്രം. ആ ഇരു സൈഡിലും ബൈക്കുകളൊക്കെ കൊണ്ടുവച്ചിട്ട്
ട്യൂബ് ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര ആഘോഷമായിട്ട് നിൽക്കുക. സ്തോത്രം. ഏതാണ്ട് ഒരു 9:45 രാഘവേട്ടൻ എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. സ്തോത്രം. 9:45 വരെ അവിടെ അത്തോളിൽ ഞാനും അമ്മയ്ക്ക് മരുന്ന് മേടിക്കാനൊക്കെ ആയിട്ടും മറ്റും ഞാൻ അവിടെ ചെന്നതാണ്. സ്തോത്രം. പിന്നീട് ഞാൻ കാണുന്നൊരു കാഴ്ചയുണ്ട്. വണ്ടികൾ ഇങ്ങനെ, ബൈക്കുകൾ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് ഹോണടിച്ച് വരിക. സ്തോത്രം. ലൈറ്റുകൾ മിന്നിത്തെളിയുന്നുണ്ട്. ഇന്നോവയൊക്കെ ഒരു 10-12 ഇങ്ങനെ ഒരുമിച്ച് എന്ത് ചെയ്യുക, വന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. ആ വന്നു കഴിയുമ്പോൾ ആ ഒരു ഇന്നോവയ്ക്കകത്ത് ലൈറ്റിനകത്ത് പ്രകാശിച്ചുകൊണ്ട് രാഘവേട്ടൻ എന്ത് ചെയ്യുക, ഇരിക്കുക. രാഘവേട്ടൻ അവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തുന്നു. എല്ലാ വണ്ടികളും നിശ്ചലമായി. ഉടനെ ഈങ്ക്ലാബ് വിളികൾ ഉയർന്നു, ശബ്ദമുയർന്നു. സ്തോത്രം. ഭാരത് മാതാ കി ജയ് മാത്രം അവിടെ കേട്ടില്ല, ബാക്കിയുള്ളതെല്ലാം എന്ത് ചെയ്തു, അവിടെ കേൾക്കുക. കോൺഗ്രസ് പ്രദേശം കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കോലാഹലം നടക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് പോയൊരു ചിന്തയുണ്ട്. നോക്കിക്കേ, കേവലം കോഴിക്കോട് ജില്ലയ്ക്കകത്ത് ഒരു MP-ക്ക് വേണ്ടി ഇത്രത്തോളം സന്നാഹങ്ങൾ ലോകപരമായിട്ടുണ്ടെങ്കിൽ രാജാതി രാജാവ് ഇറങ്ങി വരുന്ന ഈ മണ്ഡലത്തിനകത്ത്, നമ്മൾ കേൾക്കാത്ത ആത്മീയ മണ്ഡലത്തിനകത്ത് എന്തുമാത്രം ആരാധനയാ, എന്തുമാത്രം ദൈവിക ശബ്ദങ്ങളാ, എന്തുമാത്രം ദൂതന്മാരാ ഇറങ്ങി പ്രവർത്തിക്കുന്നതെന്ന് അറിയാമോ? 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും എൻ്റെ സാന്നിധ്യം എഴുന്നള്ളി വരുമെന്ന് തമ്പുരാൻ വാക്ക് പറഞ്ഞിരിക്കുമ്പോൾ, അവൻ വന്നു കഴിഞ്ഞാൽ അവനോടുകൂടെ ഒരു സൈന്യമുണ്ടെന്നേ, അവനോടുകൂടെ ലക്ഷോപലക്ഷം ദൂതന്മാരുണ്ടെന്നേ, 4 മൂപ്പന്മാരുണ്ടെന്നേ. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല, ഒരു രാജകോലാഹലമുണ്ട്. ഇത് നമ്മൾ കേൾക്കുന്നില്ലെങ്കിലും ആത്മമണ്ഡലം കേൾക്കുന്നുണ്ട്. ദൈവ സാന്നിധ്യത്തെ നിസാരമായിട്ട് കാണരുത്. നിന്റെ വീടിനകത്ത് പ്രാർത്ഥനകളെ നിസാരമായിട്ട് കാണരുത്. അവിടെ ദൈവ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ ആരാവിധാനം ചെയ്താലും, ആര് മന്ത്രവാദം ചെയ്താലും അതൊന്നും ഫലിക്കാൻ പോകുന്നില്ല. ഇന്ന് പകൽ രാജകോലാഹലം വീടുകൾക്കകത്തുണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. സീരിയലിന്റെ കോലാഹലമല്ല, സ്തോത്രം. സിനിമ കാണുന്നതിന്റെ കോലാഹലമല്ല. പ്രാർത്ഥിക്കുമ്പോൾ ഒരു രാജാവിന്റെ ശബ്ദം അവിടെ മുഴങ്ങി കേട്ടാൽ, ബിലയാമ് പറയാണ്, ഒരു രാജാവിന്റെ ശബ്ദം ആ ജനത്തിന്റെ ഇടയിലുണ്ട്. സ്തോത്രം. അതുകൊണ്ട് വാ തുറക്കുമ്പോഴെല്ലാം അനുഗ്രഹമായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുക. നോക്കിക്കേ, നമുക്കറിയാത്ത ദൈവശബ്ദത്തിനകത്തെ മഹാകാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? സ്തോത്രം. ഒരിക്കൽ യോഹന്നാനെ നാട് കടത്തി, പത്മോസിലേക്കാണ് എന്ത് ചെയ്തത്, നാട് കടത്തിയത്. സ്തോത്രം. അവിടേക്ക് പോയവരൊന്നും ഇന്ന് വരെ തിരിച്ച് വന്നിട്ടില്ല. സ്തോത്രം. ഇന്ന് വരെ തിരിച്ചു വന്നിട്ടില്ല. തിളച്ച എണ്ണയിലിട്ടിട്ടും യോഹന്നാൻ ഒരു കേടുപാടും പറ്റാതിരിക്കുമ്പോൾ അറ്റകൈ പ്രയോഗം എന്ന പോലെ യോഹന്നാനെ നാടുകടത്ത് അല്ലാതെ വേറൊരു വഴിയില്ല. സ്തോത്രം. വാർദ്ധക്യത്തിൽ യോഹന്നാനെ പത്മോസിലേക്ക് നാടുകടത്തുക. അതുവരെ കൂടെ നിന്ന ശുശ്രൂഷക വൃന്ദമൊന്നും തന്നോടുകൂടെ ഇല്ല, മൂപ്പന്മാരില്ല, സ്തോത്രം, വിശ്വാസികളില്ല, ആരുമില്ല. ഒറ്റയ്ക്ക് ആ പത്മോസിലായിരിക്കുമ്പോൾ, സ്തോത്രം, നോക്കിക്കേ, ഒരു മഹാനാദം തൻ്റെ പുറകിൽ കേൾക്കുക. സ്തോത്രം. ശ്രദ്ധിക്കുന്നുണ്ടോ? സ്തോത്രം. അതുവരെയൊക്കെ യോഹന്നാൻ അപ്പോസ്തലൻ എന്നൊക്കെ പേര് വിളിക്കാൻ ഒരുപാട് പേരുണ്ട്. പക്ഷെ ആരോരും ഇല്ലാത്തൊരു സാഹചര്യത്തിനകത്ത് പ്രതീക്ഷിക്കാത്തൊരു മഹാനാദം തൻ്റെ പുറകിൽ കേൾക്കുമ്പോൾ അതെന്ത് എന്ന് കാണുവാൻ തിരിഞ്ഞു നിൽക്കുന്ന യോഹന്നാൻ കാണുന്നത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത, സ്തോത്രം, ഇതുവരെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു കാഴ്ച താൻ അവിടെ കാണുമ്പോൾ ആ മഹാനാദം പിന്നോട് സംസാരിക്കാൻ തുടങ്ങി, പിന്നെ തന്നോട് സംസാരിക്കാൻ തുടങ്ങി. അതെല്ലാം ദർശനത്തിന്റെ കലവറകളായിരുന്നു, വരുവാനുള്ള ലോകത്തെ പറ്റിയുള്ള കാര്യങ്ങളായിരുന്നു. നോക്കിക്കേ, ദൈവത്തിന്റെ ശബ്ദം നിന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാത്ത മഹാകാര്യങ്ങൾ അതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് പകലും ഏകാന്തത അനുഭവിക്കുന്നുണ്ടോ? ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടോ? നീ നിരാശപ്പെടരുത്, നീ ഭാരപ്പെട്ടു പോകരുത്. കാഹളത്തിനൊത്ത ഒരു മഹാനാദം നിന്നോടും സംസാരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. അവിടെയാണ് ദൈവത്തിന് സ്തോത്രം. എന്തിനാണ് ഈ ശോധന എന്നതും, എന്തിനാണ് ഈ പ്രയാസം എന്നതും, എന്തിനാണ് ഈ ബുദ്ധിമുട്ടുള്ളത് എന്നതൊക്കെ വെളിപ്പെട്ട് വരുന്നത് ആ ശബ്ദത്തിന്റെ നടുവിലാണ്. സ്തോത്രം. ഞാൻ പറയുന്നത് ഈ ആഴം എത്ര പേർക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്? ദൈവം തൻ്റെ ശബ്ദം നിന്നെ കേൾപ്പിക്കാനായിട്ട് പോകുന്നു. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് ഒന്ന് കടന്നു വന്നാട്ടെ. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 19-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ദയവായിട്ടൊന്ന് വായിക്കാം. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 12-ാമത്തെ വാക്യം. മതി. സ്തോത്രം. നമുക്കറിയാം ഏലിയാവ് പലത് കണ്ടും
പേടിച്ച് ഭയപ്പെട്ട് പ്രാണരക്ഷാർത്ഥം ഓടി ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം താൻ എന്ത് ചെയ്തു? ചെന്ന് നിൽക്കുക. സ്തോത്രം. ചെന്ന് നിൽക്കുമ്പോൾ ആ പർവ്വതത്തിനകത്തുള്ള ഗുഹയ്ക്കകത്ത് താൻ ആയിരിക്കുമ്പോൾ ഒരു വലിയ കാറ്റെന്ത് ചെയ്യുന്നുണ്ട്? അടിക്കുന്നുണ്ട്. കാറ്റിനകത്ത് ദൈവമില്ല. പിന്നീട് അവിടെ ഒരു ഭൂകമ്പത്തെ നമുക്ക് കാണാൻ കഴിയുന്നു. ഭൂകമ്പത്തിനകത്തും ദൈവമില്ല. പിന്നീടൊന്ന് കാണാൻ കഴിയുന്നു, അതൊരു തീയാണ്. തീക്കകത്തും ദൈവമില്ല. പക്ഷേ അതിനുശേഷം വരുന്നത് ഒരു മൃദുവായ ഒരു സ്വരം ഈ ഏലിയാവിനെ തേടി വരിക. ഏലിയാവിനെ തേടി വന്നിട്ട് സ്തോത്രം 40 ദിവസം ഓടി വന്ന് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബിൽ ചെന്ന് നിൽക്കുമ്പോൾ പ്രാണനെ ഭയന്നാണ് ഓടുന്നത്, മരിക്കുമെന്നുള്ള ഭയത്താലാണ് ഓടുന്നത്. പക്ഷേ ആ പർവ്വതത്തിനകത്ത് വെച്ച് ദൈവത്തിൻ്റെ ശബ്ദം അവനോട് ഇടപെടുമ്പോൾ സ്തോത്രം ചില മഹാകാര്യങ്ങളെ അവിടെ പ്രസ്താവിക്കുകയായിരുന്നു. ഏലിയാവേ, ഒരുത്തൻ്റെയും ഭീഷണിക്ക് മുമ്പിൽ തീരാനുള്ളതല്ല നിന്റെ ജീവിതം. ദൈവത്തിന് സ്തോത്രം. ആ ശബ്ദം ഏലിയാവിനെ തിരിച്ചു കൊണ്ടുവരികയായിരുന്നു, മടങ്ങിപ്പോകാൻ പ്രേരിപ്പിക്കുന്നതായിരുന്നു. ഇന്ന് പകലിലും അതുപോലെയുള്ള ചില ശബ്ദങ്ങൾ നിന്റെ കാതിൽ കേൾക്കുവാൻ ദൈവം തമ്പുരാൻ ഇന്ന് പകൽ അതിന് ഇടപെട്ടുകൊണ്ടിരിക്കുകയാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഭയപ്പെട്ടു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്. പഴയ മണ്ഡലത്തിനകത്തേക്ക്, പഴയ സ്വസ്ഥതയിലേക്ക്, പഴയ ശുശ്രൂഷയിലേക്ക് നിന്നെ കൊണ്ടുപോകുവാൻ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് അപ്രകാരം കാര്യങ്ങളെ ചെയ്തെടുക്കുമ്പോൾ ഇന്ന് പകൽ എത്ര പേര് ആ ദൈവ ശബ്ദത്തിനൊന്ന് ആമേൻ പറയുന്നുണ്ട്? നിന്റെ ശുശ്രൂഷയൊന്നും തീർന്നു പോയിട്ടില്ലെന്നേ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളേക്കാൾ ഉപരിയായി നിനക്ക് ഓടുവാനുണ്ട്. സ്തോത്രം. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. ഇവിടം കൊണ്ടെല്ലാം തീർന്നു എന്നൊക്കെ നമ്മൾ വിധി എഴുതുമ്പോൾ അല്ല, നിന്നെപ്പറ്റി മഹത്തരമായ പദ്ധതികളാ ദൈവത്തിനുള്ളത്, സ്വർഗത്തിനുള്ളത്. ഇന്ന് പകൽ അത് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആരുടെയും ഭീഷണിക്ക് മുമ്പിൽ തകർന്നു പോകേണ്ടവനല്ല നീ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ ആ വെല്ലുവിളികളെ എല്ലാം അതിജീവിച്ച് നീ പുറത്തു വരും. അതിനാണ് ഒരു മൃദു സ്വരം നിന്നെ കേൾപ്പിക്കുകയാ. ഏലിയാവിനോട് ചോദിക്കുന്നു, ഏലിയാവേ, നിനക്കെന്താ ഇവിടെ കാര്യം? അർത്ഥാൽ ഏലിയാവ്, നീ എന്തിനാ ഇങ്ങോട്ടോടി വന്നത്? നിന്നെ ഞാൻ ആക്കി വച്ചിരിക്കുന്ന മണ്ഡലത്തിലേക്ക് നീ പൊക്കോ, അവിടെ നിനക്ക് ചിലത് ചെയ്തെടുക്കാനുണ്ടെന്നേ. നോക്കിക്കേ, മഹാകാര്യങ്ങളെ ആ ദൈവിക ശബ്ദത്തിനകത്ത് തന്നെ കേൾപ്പിക്കുമ്പോൾ സ്തോത്രം. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ മെസ്സേജ് അവസാനിപ്പിക്കാം. സ്തോത്രം. ദൈവ ശബ്ദത്തെ നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. അത് നമ്മളെ റിസ്റ്റോർ ചെയ്യുന്നതാണ്. സ്തോത്രം. നമ്മൾ അറിയുന്നില്ലെങ്കിലും ആത്മമണ്ഡലത്തിനകത്ത് നമ്മുടെ ഇടയിലുള്ള രാജകോലാഹലം പലതും ചെയ്തുകൊണ്ടിരിക്കുക. സ്തോത്രം. ഇനി ഒരു ശബ്ദം കൂടെ വെളിപ്പെടും കേട്ടോ. ആ ശബ്ദം വെളിപ്പാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇവിടേക്ക് കരേറി വരിക എന്നുള്ളൊരു മഹാനാദം കേൾക്കാൻ വേണ്ടി പോകുക. നമുക്കറിയത്തില്ല ഈ ആരാധന ഇന്ന് പകൽ 12:30 തീരുമോ, 1 മണിക്ക് തീരുമോ, അല്ലെങ്കിൽ ഇതിനകത്ത് കർത്താവ് വരുമോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അടുത്ത നിമിഷം 5 മിനിറ്റിനകത്ത് കർത്താവ് വരുമെന്നും നമുക്കറിയത്തില്ല. പക്ഷെ ഒരു മഹാനാദം കേൾക്കുമെന്നുള്ളത് ഉറപ്പാ. ആ മഹാനാദം ഇതാണ്, ഇവിടേക്ക് കരേറി വരിക. ദൈവത്തിന് സ്തോത്രം. ആ മഹാനാദം കേൾക്കുമ്പോൾ ആത്മമണ്ഡലത്തിനകത്ത് ആത്മമനുഷ്യർക്ക് അത് ഗ്രഹിക്കാൻ കഴിയും. ജഡീക മനുഷ്യർക്കൊന്നും അത് ഗ്രഹിക്കാൻ കഴിയത്തില്ല. ഈ ലോകത്തിലുള്ള മറ്റുള്ള ആർക്കും അത് കാണാൻ കഴിയാതിരിക്കുമ്പോൾ, കേൾക്കാൻ കഴിയാതിരിക്കുമ്പോൾ ഇന്ന് പകൽ ഞാനൊരു കാര്യം പറയാം. ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ ഈ സഭയ്ക്കകത്തുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ഉയരത്തിലേക്ക് പോകണമെന്ന ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം. ചെയ്യേണ്ടത് ചെയ്ത് തീർക്കണമെന്നേ. സ്തോത്രം. ഞാനിത് പറയുമ്പോൾ ഒരു വാക്കും കൂടെ കയറ്റി പറയുകയാണ്. സ്നാനപ്പെടാൻ ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ സ്നാനപ്പെടണം. ആത്മസ്നാനം പ്രാപിക്കാൻ ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ആത്മസ്നാനം പ്രാപിക്കണം. ദൈവത്തെ അറിഞ്ഞിട്ട് നീ മുന്നോട്ട് മാറി നിൽക്കരുത്. ദൈവത്തിന് വേണ്ടി ശക്തിയായിട്ട് അങ്ങ് നിൽക്കുക. ഒരുപക്ഷെ നീ ഒരു രഹസ്യ വിശ്വാസിയായിട്ട് മതിയായിരിക്കാം. പക്ഷേ കാഹളനാദം കേൾക്കുമ്പോൾ, ആ മഹാശബ്ദം കേൾക്കുമ്പോൾ നിന്റെ വീടിനകത്ത് നിനക്കത് കേൾക്കാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നും നിസ്സാരമായിട്ട് കാണരുത്. ഇന്നല്ലെങ്കിൽ നാളെ ഒരു ശബ്ദം നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുക. നീ ആരാധിച്ചും പ്രാർത്ഥിച്ചും വെറുതെ ചർച്ച വന്ന് പോകാനല്ല, ഒരു അങ്ങനെയുള്ള ഒരു വിശ്വാസിയായിട്ടല്ല ദൈവം നിന്നെ പറ്റി ആഗ്രഹിക്കുന്നത്. കാഹളം മുഴങ്ങുമ്പോൾ സ്തോത്രം, നീയും പറന്നു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുക. ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം. കണ്ണുകളൊക്കെ ദൈവസന്നിധിയിൽ അടച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ശബ്ദം നമുക്ക് വേണ്ടി മഹാകാര്യങ്ങളെ ചെയ്യുന്നു. ദൈവത്തിന്റെ ശബ്ദം നമുക്ക് വേണ്ടി ചിലത് സൃഷ്ടിക്കുന്നു. ദൈവത്തിന്റെ ശബ്ദം നമ്മളെ തിരിച്ചു കൊണ്ടുവരുന്നു, റിസ്റ്റോർ ചെയ്യുന്നു. ദൈവത്തിന്റെ ശബ്ദം
നമ്മുടെ ഇടയിൽ മുഴങ്ങിൽ കേൾക്കുമ്പോൾ അത് ശത്രുക്കൾക്ക് ആഭിചാരങ്ങൾ, മന്ത്രവാദങ്ങളെല്ലാം നിഷ്ഫലമായി പോകുവാനായിട്ട് ഇടയായി തീരും. ദൈവത്തിന്റെ ശബ്ദം നിന്നെ നിത്യതയിൽ കൊണ്ടെത്തിക്കും. ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ സ്തോത്രം, 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 സ്തോത്രം. കാരുണ്യവാനും വിശ്വസ്തനുമായ ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച ഈ നല്ല സന്ദേശത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം. ജാതികൾ ഞങ്ങൾക്ക് നേരെ കടന്നു വരുമ്പോൾ, രാജ്യങ്ങൾ ഞങ്ങൾക്ക് നേരെ കടന്നു വരുമ്പോൾ, ദൈവമേ നിന്റെ ശബ്ദം കേൾപ്പിക്കണമേ അപ്പാ. ഭൂമി വിറയ്ക്കത്തക്കവണ്ണമുള്ള ശബ്ദം. കർത്താവേ സ്തോത്രം. നിന്റെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നതാണല്ലോ. നിന്റെ ശബ്ദം വനങ്ങളുടെ തോലിനെ ഉരിക്കുന്നതാണല്ലോ. ഇന്ന് പകൽ കർത്താവേ ആ ശബ്ദം ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പുറപ്പെടുവിക്കണം. ആ ഇടിനാദം ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പുറപ്പെടുവിക്കണം. ഞങ്ങളുടെ പോരായ്മകൾക്കകത്ത്, ഞങ്ങളുടെ പ്രയാസങ്ങൾക്കകത്ത്, ഞങ്ങളുടെ ഒറ്റപ്പെടലുകൾക്കകത്ത് ഇന്ന് പകൽ ആ ദൈവ ശബ്ദം ഞങ്ങളെ ബലപ്പെടുത്തുന്ന ദൈവകൃപയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നപ്പാ. കർത്താവേ സ്തോത്രം, സ്തോത്രം. ഞങ്ങൾ അറിയാത്ത ആത്മമണ്ഡലത്തിനകത്ത് ഞങ്ങളോട് കൂടെ എപ്പോഴും ആ രാജകോലാഹലം ഉണ്ടാകട്ടെ. കർത്താവ് ഇന്ന് രാത്രി, ഇന്ന് പകലിലും ആഭിചാരങ്ങൾ, മന്ത്രവാദങ്ങൾ, കർത്താവേ സ്തോത്രം, സ്തോത്രം, എല്ലാം നിഷ്ഫലമായി പോകട്ടെ. ആ ദൈവശബ്ദത്തിന് മുമ്പിൽ ശാപത്തിന്റെ വാക്കുകൾ പോലും അനുഗ്രഹത്തിന്റെ വാക്കുകളായി മാറട്ടെ. തമ്പുരാനേ, നീ അങ്ങനെ ചെയ്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ജനത്തെ അനുഗ്രഹിച്ചിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ ചോദിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരമറിയണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. കരങ്ങൾ ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, സ്തോത്രം.